സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ബാബുരാജിനെതിരെ ആരോപണവുമായി സോളാർ കേസ് പ്രതി സരിത എസ് നായർ രംഗത്തെത്തുകയാണ്. ബാബുരാജ് ചതിയനാണെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സരിത ആരോപിക്കുന്നു. തനിക്ക് വേണ്ടി മോഹൻലാൽ നൽകിയ പണം വെട്ടിച്ച് ബാബുരാജ് KFCയുടെ ലോൺ അടച്ചു എന്നാണ് സരിതയുടെ ആരോപണം. സമാനമായ തട്ടിപ്പുകൾ ദുബായിലും ബാബുരാജ് ചെയ്തിട്ടുണ്ടെന്ന് സരിത ആരോപിക്കുന്നു. KFCക്ക് നൽകിയെന്ന് പറയുന്ന അപേക്ഷയുടെ കോപ്പിയും സരിത പങ്കുവച്ചിട്ടുണ്ട്. ലോൺ സെറ്റിൽമെന്റ് തുകയായ 35 ലക്ഷം കുറവായതിനാൽ 40 ലക്ഷം ലോൺ തീർപ്പാക്കി തരണമെന്ന അപേക്ഷയിൽ പറയുന്നു. അതേസമയം ഇത്രയും തുക മോഹൻലാൽ എന്തിന് നിങ്ങൾക്ക് നൽകണം എന്നുള്ള കമന്റ് ബോക്സിലെ ചോദ്യത്തിന് അത് പറയേണ്ടയിടത്ത് പറഞ്ഞോളമെന്നാണ് സരിത നൽകുന്ന മറുപടി. നമുക്ക് സരിത എസ് നായരുടെ കുറിപ്പൊന്ന് വായിക്കാം. സിനിമാ താരങ്ങളുടെ അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അതിൽ എനിക്കെന്താ റോള് എന്നായിരിക്കും ഇപ്പോൾ ചോദ്യം വരുന്നത് എന്നറിയാം. ആ സംഘടനയിൽ എനിക്ക് യാതൊരു റോളുമില്ല. ഞാനൊരു സിനിമാ പ്രേക്ഷക മാത്രമാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ഒരാൾ ബാബുരാജ് ജേക്കബ് ആണെന്ന് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അതിശയവും ഞെട്ടലുമാണ് ഉണ്ടായത്. ഒരു സാധാരണക്കാരിയായ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ചികിത്സയ്ക്ക് പോലും ശരിക്കും കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഞാനുള്ളത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാൾ ചതിയൻ ബാബുരാജ് ജേക്കബ് ആണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാതിരിക്കാനാകില്ല എന്ന് തോന്നിപ്പോയി. 2018-ൽ, അതായത് എനിക്ക് അസുഖങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ നല്ലൊരു ചികിത്സ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ടായി പോകില്ലായിരുന്നു. 2018-ൽ എന്റെ ചികിത്സയ്ക്കായി ശ്രീ മോഹൻലാൽ ബാബുരാജിന് പണം ഏൽപ്പിച്ചു. ആ പണം എനിക്ക് എത്തിച്ചു തരാതെ വകമാറ്റി സ്വന്തം പേരിൽ ഉണ്ടായിരുന്ന KFC അഥവാ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ ലോൺ കുടിശ്ശിക തുക അടച്ചു തീർത്തു, ജപ്തി ഒഴിവാക്കി. എന്നോട് മാത്രമാണോ എന്ന് ഞാൻ അന്വേഷിച്ചു. അല്ല, ബാബുരാജ് സമാനമായ നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും ദുബായിലും ഒക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ദുബായിലെ ഒരു വൻ തട്ടിപ്പ് നടത്തിയത് കാരണം പുള്ളി തിരിച്ച് അവിടേക്ക് പോകാതിരിക്കുകയാണ്. പാസ്പോർട്ട്, റെസിഡൻസ് കാർഡ് കോപ്പി ഞാൻ ഇവിടെ നൽകുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഇദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് പറയാൻ അറിയില്ല. സ്ത്രീ അഭിനേതാക്കൾ കൂടെ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ്. പ്രായഭേദമില്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ബാബുരാജ് കാരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. സ്ത്രീകളുടെ പ്രായം പുള്ളിക്ക് പ്രശ്നമല്ല. ഒരു സാധാരണക്കാരിയായ സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായം പോലും ചതിയിലൂടെ സ്വന്തമാക്കിയെടുത്ത് സ്വന്തം കാര്യം മാത്രം ക്ലിയർ ആക്കുന്ന ഒരാളാണോ അമ്മ പോലുള്ള ഒരു സംഘടനയുടെ തലപ്പത്ത് വരേണ്ടത്? ഞാൻ ബാബുരാജിനെതിരെ നിയമപരമായ വഴികളിലൂടെ നീങ്ങിയിരുന്നു. പിന്നീട് പലർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചു. ആ പരാതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ഒരാളല്ല ഈ ബാബുരാജ് എന്ന് പറഞ്ഞുകൊണ്ട് സരിത ആ കുറിപ്പ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ അറിയില്ല. ഇതൊരു ആരോപണമായി നിലനിൽക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.